ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് ഇൻ എ സീരീസ് ഓഫ് 3 or more ടേംസ്, മൂന്നോ അതിൽ കൂടുതലോ ടേംസ് ഉള്ള ഒരു ശ്രേണി, ഒരു സീരീസ് വിത്ത് എ സിംഗിൾ കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്ന അതിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയാം. അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഇതാണ് ആർട്ടിക്കിളാണ് ആൻഡ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സീരീസ് ഉദാഹരണം നോക്കുക. റെഡ്, വൈറ്റ് ആൻഡ് ബ്ലൂ. ഇവിടെ 3 ടേംസ് ഉണ്ട്, അതിൽ ഒരു കൺജങ്ഷനും ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യൂസ് എ കോമ ആഫ്റ്റർ ഈച്ച് ടേം. ഓരോരോ ടേമിന് ശേഷവും ഒരു കോമ യൂസ് ചെയ്യണം. ഓരോരോ ടേമിന് ശേഷവും ഒരു കോമ യൂസ് ചെയ്യണം. ഇപ്പോൾ റെഡിന് ശേഷം കോമ യൂസ് ചെയ്തു, വൈറ്റിന് ശേഷം കോമ യൂസ് ചെയ്തു. എന്തൊഴിച്ച്? എക്സെപ്റ്റ് ദ ലാസ്റ്റ് ടേം ഒഴിച്ച്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 3 ടേംസ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടേംസ് ഉണ്ട് ഉള്ള ഒരു സീരീസാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഒരു ശ്രേണിയാണ്. ഓക്കെ, അങ്ങനെയുള്ള ആ ശ്രേണിയിൽ ആൻഡ് ഉണ്ട്, ഒരു കൺജങ്ഷൻ വെച്ച് സിംഗിൾ കൺജങ്ഷനാണുള്ളത്, 2 കൺജങ്ഷൻ ഇല്ല, ഒറ്റൊരു കൺജങ്ഷനേ ഉള്ളൂ. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോരോ ടേമിന് ശേഷവും കോമ ഉപയോഗിക്കും. എന്നിട്ട് അവസാനത്തേതൊഴിച്ച് എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റത്തെ ടേം ആ കൺജങ്ഷന് തൊട്ട് ശേഷം വരുന്ന ടേം ആയിരിക്കും. അവിടെ കോമ ആവശ്യമില്ല, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സംഭവമാണെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഉദാഹരണം നോക്കാം. തസ് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ദെയർഫോർ അല്ലെങ്കിൽ തസ് റൈറ്റ് നിങ്ങൾ എഴുതണം. റെഡ് കോമ വൈറ്റ് കോമ ആൻഡ് ബ്ലൂ. ഓക്കെ, എപ്പോഴും ഇങ്ങനെയാണെങ്കിൽ ആ കൺജങ്ഷൻ ഏറ്റവും ലാസ്റ്റത്തെ ടേമിന് മുമ്പായിട്ടാണ് വരിക. അതിനാണ് ഇതെന്ത് കൺജോയിൻ ചെയ്യുക, യോജിപ്പിക്കുക. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. കോമ ഇതൊരാളെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓണസ്റ്റ് കോമ എനർജറ്റിക് കോമ ബട്ട്. ഇതും ഒരു കൺജങ്ഷനാണ്. അതായത് 2 ആ ടേമിന് തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അർത്ഥം വേറെ അതിന് കൂടാതെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇതൊരു കൺജങ്ഷനാണ്. എന്ന് വെച്ചാൽ ഓണസ്റ്റാണ്, എനർജറ്റിക് ആണ്. അപ്പോൾ എനർജറ്റിക് ആണ്, ഓണസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഹെഡ് സ്ട്രോങ് ആയിരിക്കില്ല എന്ന ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് ബട്ട് ഉപയോഗിക്കുന്നത്. അതായത് എനർജറ്റിക്കും ഓണസ്റ്റും ആണ്, അത് പക്ഷേ ഹെഡ് സ്ട്രോങ്ങുമാണ്, അതിലും ഒരു കുറവുമില്ല. ഹെഡ് സ്ട്രോങ് എന്ന് വെച്ചാൽ ഫേം എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സ്ഥിരതയുണ്ട്, ഒരു പറയുക ഡെയറിങ് ആണ് എന്ന അർത്ഥത്തിന്. നട്ടെല്ലുറപ്പ് എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ്. അപ്പോൾ ഹെഡ് സ്ട്രോങ് എന്നുള്ള ഈ 2 വേർഡ്സിനെ കമ്പൈൻ ചെയ്തിട്ടൊരു കോമ്പൗണ്ട് വേർഡാണ് ഫോം ചെയ്തത്. ഇങ്ങനെ പലതും ചെയ്യാറുണ്ട്. അതായത് ഹെഡ് സ്ട്രോങ് ആയതെന്ന് വെച്ചാൽ തലയുറപ്പുള്ള, അപ്പോൾ അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നല്ല തൻ്റെയുള്ള ആൾ എന്ന അർത്ഥത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹോണസ്റ്റ് മീനിങ് വിശ്വസ്തൻ, എനർജറ്റിക് മീനിങ് ഊർജ്ജസ്വലതയുള്ള, പക്ഷേ ഹെഡ് സ്ട്രോങ് ആണ്. ഓക്കെ, ഇനി നോക്കാം. ഹീ ഓപ്പൺ ദ ലെറ്റർ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ അഡ്ജക്റ്റീവ്സ് നൗൺസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേർബും ടേംസ് ആണല്ലോ, ഒരു ടേമായി കൂട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ വേർബ്സ് വരുന്ന സീരീസ് ആണെങ്കിലോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അതിനു വേണ്ടിയാണ് ഹി ഓപ്പൺ ദ ലെറ്റർ, അദ്ദേഹം കത്ത് തുറന്നു, കോമ റെഡ് ഇറ്റ്, കത്ത് വായിച്ചു, ആൻഡ് മെയ്ഡ് എ നോട്ട് ഓഫ് ഇറ്റ്സ് കണ്ടൻസ്, അതിൻ്റെ ഉള്ളടക്കം നോട്ട് ചെയ്തു. ഓക്കെ, ശ്രദ്ധിച്ചു. ഇനി ആകെ ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ബ്രൗൺ ഷിപ്ലി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു ബിസിനസ്സിൻ്റെ ഫേമിൻ്റെ പേരാണ്. അങ്ങനെയുള്ളിടത്തിൽ ബ്രൗൺ കോമ ഷിപ്ലി കോമ വേണ്ട, ആൻഡ് കമ്പനി അങ്ങനെയാണ് കൊടുക്കുക. ഓക്കെ, അതല്ലാത്ത എല്ലാ സ്ഥലത്തും 3 കൂടുതലോ ടേംസ് വരുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ കൺജങ്ഷനാണ് ജോയിൻ ചെയ്യുന്നത്.